സർ ആർതർ കോനൻ ഡോയിലിന്റെ ഷെർലക് ഹോംസ്. നാൽവർ ചിഹ്നം. നിഗമന ശാസ്ത്രം. ചുവരിലെ ഷെൽഫിന്റെ ഒരു മൂലയിൽ നിന്ന് ഷെർലക് ഹോംസ് അദ്ദേഹത്തിന്റെ കുപ്പിയെടുത്തു. എന്നിട്ട് വെടിപ്പുള്ള മൊറോക്കോ കൂടിൽ നിന്ന് ഹൈപ്പോഡെർമിക് ചർമ്മത്തിനിടയിൽ കുത്തിവെക്കുന്നതിനുള്ള സിറിഞ്ചും അതിന്റെ ലോലമായ സൂചി അദ്ദേഹം തന്റെ നീണ്ടുവെളുത്ത നാഡീബലമുള്ള വിരലുകൾ കൊണ്ട് ശരിപ്പെടുത്തി. ഇടത്തെ കൈയിലെ ഷർട്ടിന്റെ കഫ് തെറുത്തുവെച്ചു. ബലിഷ്ഠങ്ങളായ ഞരമ്പുകൾ പിണയുന്ന കണങ്കൈയിലേക്കും മണിബന്ധത്തിലേക്കും ചിന്താഗ്രസ്തനായി ദൃഷ്ടികൾ ഉറപ്പിച്ചു. അനവധി കുത്തിവയ്പ്പുകളുടെ ചെറിയ പാടുകൾ ആ കണങ്കൈയിൽ കാണുവാനുണ്ട്. ഒടുവിൽ മൂർച്ചയുള്ള സൂചിമുന തൊലിക്കുള്ളിലേക്ക് കടത്തി ചെറിയ പിസ്റ്റൺ അമർത്തി. എന്നിട്ട് വെൽവെറ്റ് വരകളുള്ള ഈസി ചെയറിലേക്ക് ചാരിക്കിടന്നു സംതൃപ്തിയോടെ ദീർഘനിശ്വാസം വിട്ടു. ഈ പ്രക്രിയ മാസങ്ങളായി ദിവസം 3 പ്രാവശ്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു പതിവായി തീർന്നെങ്കിലും അതിന്റെ ഔചിത്യവുമായി എൻ്റെ മനസ്സ് ഇതേവരെ പൊരുത്തപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ദിനം തോറും എനിക്ക് ആ കാഴ്ച കൂടുതൽ കൂടുതൽ അരോചകമായിട്ടാണ് തോന്നിയത്. അതിനെ പ്രതിഷേധിക്കാൻ എനിക്ക് ധൈര്യമില്ലല്ലോ എന്ന ചിന്ത രാത്രിയിൽ എൻ്റെ മനസാക്ഷിയെ അലട്ടി. കൂടെ കൂടെ ഞാൻ ഉള്ളുകൊണ്ട് ശബ്ദം ചെയ്യാറുണ്ട്, അദ്ദേഹത്തിന്റെ നടപടിയെ ചെറുക്കണമെന്ന്. പക്ഷേ എൻ്റെ സുഹൃത്തിന്റെ തണുത്ത അനാസ്ഥഭാവം കാണുമ്പോൾ അത്ര കണ്ട് സ്വാതന്ത്ര്യം ചെലുത്താൻ പറ്റിയ ആളല്ല അദ്ദേഹമെന്ന് തോന്നിപ്പോകും. അദ്ദേഹത്തിന്റെ മഹത്തായ കഴിവുകൾ, ഉദാത്തമായ പ്രകൃതം, അദ്ദേഹത്തിന്റെ അനന്യസാധാരണങ്ങളായ അനവധി ഗുണങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ പരിചയം, ഇതെല്ലാം ഓർക്കുമ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ എനിക്ക് തൻ്റെ ഇടമില്ലാതാകുന്നു. എന്നിരിക്കലും ആ ഉച്ചതിരിഞ്ഞ നേരത്ത് ഭക്ഷണത്തോടുകൂടി ഞാൻ കഴിച്ച ബർഗണ്ടി വീഞ്ഞിന്റെ വീര്യം കൊണ്ടോ അദ്ദേഹത്തിന്റെ അതിരുകടന്ന തന്നിഷ്ട പ്രകൃതത്തോടുള്ള വർദ്ധിച്ച അമർഷം കൊണ്ടോ ഇനി പറയാതെ തരമില്ലെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. ഇന്നത്തേത് എന്താണ്? ഞാൻ ചോദിച്ചു. മോർഫിനോ കൊക്കൈനോ? കുറ്റവാളികളുടെ പട്ടിക ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം തുറന്നു നോക്കുകയായിരുന്നു. ആ ഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹം ഉദാസീനമായി കണ്ണുകൾ ഉയർത്തി. കൊക്കൈനാണ്, അദ്ദേഹം പറഞ്ഞു. 7% ലായനി. എന്താ, ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നോ? ഏയ്, ഞാനില്ല. പരുഷസ്വരത്തിൽ ഞാൻ മറുപടി കൊടുത്തു. അഫ്ഗാൻ പര്യടനത്തിന്റെ ക്ഷീണം ഇനിയും തീർന്നിട്ടില്ല. ശരീരം കൂടുതൽ ക്ഷീണിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല. എന്റെ പരുഷമായ മറുപടി കേട്ട് അദ്ദേഹം മന്ദഹസിച്ചു. വാട്സൺ, നിങ്ങൾ പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം, അദ്ദേഹം പറഞ്ഞു. ആ മരുന്നിന്റെ വീര്യം ശരീരത്തിന് അത്ര നന്നല്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അതിന് അപാരമായ ഉത്തേജന ശക്തിയുണ്ട്. അത് മനസ്സിന് ഉന്മേഷം നൽകുന്നു. അതുകൊണ്ടുള്ള ദൂഷ്യം അത്ര കണക്കാക്കാനില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഞാൻ ആവേശപൂർവ്വം പറഞ്ഞു. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പറയും പോലെ തലച്ചോറിന് ഉണർവും ഉന്മേഷവും ഉണ്ടാകുമെന്നത് ശരി. പക്ഷേ അത് ഞരമ്പ് രോഗത്തെ വിളിച്ചു വരുത്താൻ ഒരു ദുഷിച്ച പ്രക്രിയയാണ്. നാഡികളുടെ വ്യതിചലനത്തെ അത് വർദ്ധിപ്പിക്കും. ഒടുവിൽ സ്ഥായിയായ ശരീരക്ഷീണമായിരിക്കും അനുഭവം. മാത്രമോ, അതിന്റെ പ്രതികരണം എത്ര ദോഷകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വയം കൃതാനർത്ഥമാണിത്. ക്ഷണികമായ ഒരു രസത്തിന് വേണ്ടി നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്ന മഹത്തരങ്ങളായ ശക്തികളെ വെറുതെ എന്തിന് നഷ്ടപ്പെടുത്തി കളയുന്നു? ഞാനീ പറയുന്നത് ഒരു സുഹൃത്തിനോട് എന്ന രീതിയിൽ മാത്രമല്ല, ഒരു ഭിഷഗുരൻ എന്ന രീതിയിലുമാണ്. രോഗിയുടെ ആരോഗ്യത്തെ രക്ഷിക്കാൻ ഡോക്ടർക്കും കുറെയൊക്കെ ഉത്തരവാദിത്വമുണ്ട്. എന്റെ വാക്കുകൾ അദ്ദേഹത്തിന് പരിഭവമായി തോന്നിയില്ല. എന്ന് തന്നെയല്ല, സംഭാഷണത്തിൽ പ്രതിപത്തിയുള്ള ആളെപ്പോലെ ചാരു കസേരകളിൽ കൈമുട്ടുകൾ ഊന്നി വിരൽ തുമ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇരുന്നു. യാതൊന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുന്നത് എനിക്ക് അസഹ്യമാണ്, അദ്ദേഹം പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തരൂ, എനിക്ക് ജോലി തരൂ, ഏറ്റവും കുനിഷ്ടു പിടിച്ച ഏതെങ്കിലും നിഗൂഢാർത്ഥരേഖ തരൂ, അല്ലെങ്കിൽ ഏറ്റവും കുഴഞ്ഞുമറിഞ്ഞ അപഗ്രഥനത്തിനുള്ള വക തരൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായ സാക്ഷാൽ പ്രകൃതത്തിലാകും. അപ്പോൾ കൃത്രിമോത്തേജന ഉപാധികൾ ഉപേക്ഷിക്കാം. പക്ഷേ നിഷ്ക്രിയത്വത്തെ, ഒരേ രീതിയിലുള്ള ജീവിത രീതിയെ ഞാൻ വെറുക്കുന്നു. എനിക്ക് മാനസികമായ ഉത്തേജനം ആവശ്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തമായ ഒരു പ്രത്യേക തൊഴിൽ തിരഞ്ഞെടുത്തത്, അഥവാ സൃഷ്ടിച്ചത്. അത്തരത്തിൽ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ. ഒരേ ഒരു അനൗദ്യോഗിക അപസർപ്പകൻ, പുരികങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഒരേ ഒരു അനൗദ്യോഗിക അപസർപ്പകാലോചനക്കാരൻ, അദ്ദേഹം പറഞ്ഞു. അപസർപ്പക തന്ത്രത്തിൽ അവസാനത്തെ പരമോന്നത കോടതിയാണ് ഞാൻ. പ്രശസ്ത ഡിറ്റക്റ്റീവുകളായ ഗ്രഗ്സണോ, ലെസ്ട്രേഡോ, അതൽനി ജോൺസോ പഠിച്ച പണി 18 നോക്കി പരാജയമടയുന്നിടത്ത് പരാജയം അവർക്ക് സാധാരണമാണ് താനും.
ഈ കേസ് എന്റെ മുമ്പിൽ എത്തുന്നു. അടിസ്ഥാന വസ്തുതകൾ ഞാൻ പരിശോധിക്കുന്നു, ഒരു വിദഗ്ധനെ പോലെ. എന്നിട്ട് തന്റെ വിദഗ്ധ അഭിപ്രായം പ്രസ്താവിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കേസിലും ഞാൻ ബഹുമതി ആഗ്രഹിക്കുന്നുമില്ല. ഒരു പത്രത്തിലും എന്റെ പേര് പ്രശംസിക്കപ്പെടുന്നില്ല. എന്റെ പ്രത്യേകമായ പ്രതിഭയ്ക്കുതകുന്ന ഒരു വേദി കണ്ടെത്തുന്നതിന്റെ ജോലി ചെയ്യുന്നതിൽ തന്നെയാണ് എന്റെ ആനന്ദം. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രതിഫലവും. എന്റെ ജോലിയുടെ രീതി എന്താണ്? ജെഫേഴ്സൺ ഹോപ്പ് കേസിലെ ചില അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടല്ലോ. തീർച്ചയായും, സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച സംഭവമാണത്. അതിലെ കാര്യങ്ങൾ ഞാൻ ഒരു ചെറിയ പുസ്തകമായി സൂക്ഷിച്ചിട്ടുണ്ട്. ചോരക്കളം എന്ന വിചിത്രമായ തലക്കെട്ടോടുകൂടി വ്യസനപൂർവ്വം അദ്ദേഹം തലകുലുക്കി. ഞാനതൊന്ന് ഓടിച്ചു വായിച്ചു. ഷെർലക് ഹോംസ് പറഞ്ഞു, വാസ്തവം പറഞ്ഞാൽ നിങ്ങളെ അതിൽ അഭിനന്ദിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപസർപ്പകത്വം ഒരു ശരിയായ ശാസ്ത്രമാണ്, അല്ലെങ്കിൽ ആയിരിക്കണം. എല്ലാം ശാസ്ത്രങ്ങളെപ്പോലെ തണുത്തതും നിർവികാരമായ രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യണം. നിങ്ങൾ അതിൽ പ്രേമവികാരത്തിന്റെ നിറം നൽകാൻ ശ്രമിച്ചു. ഒരു പ്രേമകഥയുടെ അല്ലെങ്കിൽ യൂക്ലിഡിന്റെ 5-ാം സ്വർഗത്തിലേക്കുള്ള ഒളിച്ചോട്ടത്തിന്റെ പ്രതീതിയാണ് അത് ഉളവാക്കുന്നത്. പക്ഷേ ആ കേസിൽ പ്രേമവും ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഓർമ്മിപ്പിച്ചു. വസ്തുതകളെ ഒന്നും ഞാൻ വളച്ചൊടിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ ഒതുക്കണം, അല്ലെങ്കിൽ വസ്തുതകളുടെ പ്രതിപാദനത്തിൽ ഒരു ആനുപാതിക മാനദണ്ഡമെങ്കിലും ദീക്ഷിക്കണം. കാരണങ്ങളിൽ നിന്ന് കാര്യങ്ങളിലേക്കുള്ള വിചിത്രമായ അപഗ്രഥന ചിന്താരീതിയും അതുവഴി നിഗൂഢതകളെ അനാവരണം ചെയ്യുന്നതിൽ ഞാൻ വിജയിച്ചതുമാണ് ആ കേസിലെ പ്രസ്താവ്യമായ ഒരു വസ്തുത. അദ്ദേഹത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം തയ്യാറാക്കിയ ആ കൃതിയെപ്പറ്റിയുള്ള നിശിത വിമർശനം എന്നെ അസ്വസ്ഥനാക്കി എന്ന് തന്നെയല്ല, എന്റെ ലഘുലേഖയിലെ ഓരോ വരിയും അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ചെയ്തികളെ പ്രകീർത്തിക്കുന്നതായിരിക്കണം എന്ന ശാഠ്യത്തിലെ അഹന്ത എനിക്ക് അരോചകമായിരുന്നു എന്ന് തുറന്നു പറഞ്ഞു കൊള്ളട്ടെ. ബേക്കർ സ്ട്രീറ്റിൽ അദ്ദേഹത്തോടൊന്നിച്ച് ഞാൻ കഴിച്ചുകൂട്ടിയ വർഷങ്ങളിൽ എന്റെ സുഹൃത്തിൽ ലേശം അഹന്ത കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഒന്നിലധികം പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തത്വോപദേശ പ്രകടനവും നീരസം ഉളവാക്കുന്നതാണ്. എന്നിരിക്കലും ഞാൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. മുറിവേറ്റ എന്റെ കാല് തടവിക്കൊണ്ട് ഞാൻ മൂകനായി ഇരുന്നതേയുള്ളൂ. കുറെ കാലം മുമ്പ് ഒരു ജെസൈൻ വെടിയുണ്ട എന്റെ കാല് തുളച്ചു കടന്നു പോയതാണ്. അതുകൊണ്ട് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും ഓരോ കാലാവസ്ഥ മാറുമ്പോഴും ലേശം വേദന അനുഭവപ്പെടാറുണ്ട്. എന്റെ പ്രവർത്തനം ഈയിടെയായി യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ബ്രിയർ ചെടിയുടെ വേര് കൊണ്ടുണ്ടാക്കിയ പുകകുഴൽ നിറച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഈയിടെ ഫ്രഞ്ച് ഡിറ്റക്റ്റീവ് രംഗത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഫ്രാങ്കോയിലെ വില്ലാർഡിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. കഴിഞ്ഞയാഴ്ച അദ്ദേഹം ഒരു കേസിൽ എന്റെ വിദഗ്ധ അഭിപ്രായം ആരായുകയുണ്ടായി. ഒരു പ്രശ്നത്തിന്റെ കുരുക്കഴിക്കുന്നതിന് കെൽറ്റിക് വംശത്തിൻ്റെതായ കൂർമ്മബുദ്ധി അദ്ദേഹത്തിന് സിദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അപസർപ്പക കലയുടെ ഉന്നതമായ വികസനത്തിന് അത്യന്താപേക്ഷിതമായ യഥാർത്ഥ ജ്ഞാനത്തിന്റെ വിശാല മേഖലയിൽ അദ്ദേഹം അപ്രാപ്തനാണ്. ഒരു വിൽപത്രത്തെ സംബന്ധിക്കുന്നതായിരുന്നു കേസ്. അതിൽ രസകരങ്ങളായ ചില അംശങ്ങളുണ്ടായിരുന്നു. 2 സമാന്തര കേസുകൾ പരിശോധിക്കാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഒന്ന് 1857 റീഗയിൽ നടന്നതും മറ്റേത് 1871 സെന്റ് ലൂയിസിലും. അദ്ദേഹത്തിന് ശരിയായ അനുമാനത്തിലെത്താൻ ആ കേസുകൾ സഹായിച്ചു. എന്റെ സേവനത്തെ പ്രശംസിച്ചുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ അദ്ദേഹത്തിന്റെ കത്താണിത്. സംസാരത്തിനിടയിൽ അദ്ദേഹം എന്റെ നേർക്ക് ചുളുങ്ങിയ ഒരു ഷീറ്റ് വിദേശ കടലാസ് എറിഞ്ഞു തന്നു. ഞാൻ മുഖം കുനിച്ച് ആ കടലാസ് നോക്കി. ശിഷ്യൻ ഗുരുവിനോട് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാൻ പറഞ്ഞു, ഓ, എന്റെ സഹായത്തെ അദ്ദേഹം അമിതമായി പ്രശംസിച്ചിരിക്കുന്നു. ലാഘവസ്വരത്തിൽ ഷെർലക് ഹോംസ് പറഞ്ഞു. ധാരാളം കഴിവുകളുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു യഥാർത്ഥ ഡിറ്റക്റ്റീവിന് ആവശ്യമായ 3 ഗുണങ്ങളിൽ 2 അദ്ദേഹത്തിന്. സൂക്ഷ്മ നിരീക്ഷണ ശക്തിയുണ്ട്, അതുപോലെ അനുമാനത്തിലെത്തുന്നതിനുള്ള വൈദഗ്ധ്യവും. പക്ഷേ ഒന്നിന്റെ കുറവുണ്ട്, അറിവ്. കാലാന്തരത്തിൽ അദ്ദേഹം അറിവുള്ളവനായി തീർന്നേക്കും. അദ്ദേഹം എന്റെ ലഘുകൃതികൾ ഫ്രഞ്ച് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൃതികളോ? ഓ, അത് താങ്കൾ അറിഞ്ഞില്ലേ? ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പല പ്രബന്ധങ്ങൾ രചിക്കുക എന്ന ഒരു തെറ്റ് എന്നിലുണ്ട്. എല്ലാം സാങ്കേതിക വിഷയങ്ങളെ ആസ്പദിച്ചുള്ളവയാണ്. ഉദാഹരണത്തിന്, പലതരം പുകയിലകളുടെ ചാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, 140 ഇനം ചുരുട്ടുകൾ, സിഗരറ്റുകൾ, പൈപ്പ്, പുകയിലകൾ ഇവയുടെ വ്യത്യാസങ്ങൾ കാണിക്കുന്നതിന് കളർ ചിത്രങ്ങൾ സഹിതം
ക്രിമിനൽ കേസുകളിൽ മിക്കപ്പോഴും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണത്. ചിലപ്പോൾ അത് ഒരു തുമ്പ് കണ്ടെത്തുന്നതിൽ അതിപ്രധാനമായ പങ്ക് വഹിക്കും. ഇന്ത്യൻ ഹുക്ക വലിക്കുന്ന ഒരു മനുഷ്യനാണ് കൊലപാതകം നടത്തിയതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ സാധിച്ചാൽ കേസന്വേഷണത്തിന്റെ പരിധി വളരെ ചുരുക്കാം. സുഷിത നേത്രങ്ങൾക്ക് തൃശ്ശിനാപ്പള്ളി ചുരുട്ടിന്റെ കടുത്ത ചാരവും ഒരിനം പുകയില ചെടിയുടെ വെളുത്ത പോളയും തമ്മിൽ കാബേജും ഉരുളക്കിഴങ്ങും തമ്മിലെന്ന പോലെ വലിയ വ്യത്യാസം കണ്ടെത്താൻ കഴിയും. നിസ്സാര കാര്യ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് അസാധാരണമായ പ്രതിഭയുണ്ട്. ഞാൻ അഭിപ്രായപ്പെട്ടു. അവയുടെ പ്രാധാന്യത്തെ ഞാൻ വിലമതിക്കുന്നു. കാൽപ്പാടുകൾ കണ്ടുപിടിക്കുന്നതിന്റെ സിദ്ധാന്തം ഇങ്ങനെയാണ്. കാൽപ്പാടുകളുടെ ഛായ സൂക്ഷിക്കുന്നതിന് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഉപയോഗത്തെപ്പറ്റി ചില പരാമർശങ്ങൾ അതിലുണ്ട്. കൂടാതെ കൈയുടെ പ്രകൃതത്തിൽ തൊഴിലിനുള്ള സ്വാധീനത്തെപ്പറ്റി വിചിത്രമായ ഒരു ചെറിയ സിദ്ധാന്തവും അതിൽ ഉൾപ്പെടുന്നു. സ്ലേറ്റ് പലക മേച്ചിൽക്കാർ, നാവികർ, കോർക്ക് മുറിക്കുന്നവർ, അച്ചുനിരത്തുകാർ, നെയ്ത്തുകാർ, വജ്രം പോളിഷ് ചെയ്യുന്നവർ എന്നിവരുടെ കൈകളുടെ ലിത്തോ ടൈപ്പുകൾ സൂക്ഷിക്കുക. ശാസ്ത്രീയ അപസർപ്പകന് അത് വളരെ പ്രായോഗിക താൽപ്പര്യമുള്ള കാര്യമാണ്. അനാഥപ്രേതങ്ങളെ തിരിച്ചറിയുന്നതിനും ക്രിമിനൽ പുള്ളികളുടെ മുൻ ചെയ്തികളെ കണ്ടുപിടിക്കുന്നതിനും അത് ഗണ്യമായി ഉപകരിക്കും. പക്ഷേ എന്റെ ഹോബിയെ പറ്റിയുള്ള വിവരണം നിങ്ങളെ മുഷിപ്പിക്കുന്നു ഇല്ലേ? ഏയ് ഇല്ല, ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു. എനിക്കത് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സിദ്ധാന്തങ്ങൾ പ്രായോഗികമാക്കുന്നത് കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുള്ളത് കൊണ്ട്. നിങ്ങളെപ്പോൾ നിരീക്ഷണത്തെയും അനുമാനത്തെയും പറ്റി പറഞ്ഞല്ലോ. വാസ്തവത്തിൽ ഒന്ന് മറ്റൊന്നിൽ ഏറെക്കുറെ അന്തർഭവിക്കുന്നുണ്ട്. ഏയ് അങ്ങനെയല്ല. ചാരു കസേരയിൽ സുഖമായി ചാരി കിടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പൈപ്പിൽ നിന്ന് കരിനീല പുകയുടെ ചുരുളുകൾ ഉയർന്നുകൊണ്ടിരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ന് രാവിലെ വിഗ്മോർ സ്ട്രീറ്റ് പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു എന്ന് നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ അനുമാനമനുസരിച്ച് നിങ്ങൾ അവിടെ ഒരു കമ്പി സന്ദേശം അയച്ചു എന്ന് എനിക്ക് ബോധ്യമായിരുന്നു. വാസ്തവം, ഞാൻ പറഞ്ഞു, രണ്ടും ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലായി എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ ആ വിവരം ആരോടും പറഞ്ഞിട്ടില്ല. വെറും നിസ്സാരം. എന്റെ വിസ്മയം കണ്ട് ഊറിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കേവലം നിസ്സാരം. അതിനൊരു വിശദീകരണത്തിന് മുതിരുന്നത് തന്നെ അധികപ്പറ്റാണ്. എങ്കിലും പറയാം. നിരീക്ഷണവും നിഗമനവും തമ്മിലുള്ള പരിധി നിർവചിക്കുന്നതിന് അതുപകരിക്കും. നിരീക്ഷണത്തിൽ നിങ്ങളുടെ കാലിന്റെ പുറകുവശത്ത് ചുവന്ന മണ്ണ് പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണുന്നു. വിഗ്മോർ സ്ട്രീറ്റ് ഓഫീസിന്റെ എതിർവശത്ത് നിരത്ത് നന്നാക്കുന്നതിന് ചുവന്ന മണ്ണ് നിരത്തിയിട്ടുണ്ട്. ആ മണ്ണ് ചവിട്ടാതെ ഓഫീസിനുള്ളിൽ പ്രവേശിക്കുക സാധ്യമല്ല. ആ കാണുന്ന ചുവന്ന മണ്ണ് എന്റെ അറിവിൽ ഈ അയൽപ്രദേശത്തെങ്ങും വേറെ ഇല്ലതാനും. അതാണ് നിരീക്ഷണത്തിൽ നിന്ന് കിട്ടിയ അറിവ്. ബാക്കിയുള്ളത് അനുമാനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ടെലഗ്രാം അയച്ചെന്ന് അനുമാനിച്ചത്? അതിലെന്താണ് ഇത്ര വിഷമം? ഇന്ന് പ്രഭാതം മുതൽ നിങ്ങൾ എനിക്ക് അഭിമുഖമായി ഇരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങളൊരു കത്തെങ്കിലും എഴുതുന്നത് ഞാൻ കണ്ടില്ല. അവിടെ നിങ്ങളുടെ തുറന്നു കിടക്കുന്ന ഡെസ്കിൽ കുറെ സ്റ്റാമ്പ് ഷീറ്റുകളും ഒരു കെട്ട് പോസ്റ്റ് കാർഡുകളും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ടെലിഗ്രാം അയക്കാനല്ലാതെ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്നതെന്തിന്? മറ്റുള്ള വസ്തുതകളെല്ലാം പേറ്റിക്കൊഴിച്ച് കളഞ്ഞാൽ ശേഷിച്ചതായിരിക്കും യാഥാർത്ഥ്യം. ഈ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ്. അല്പം ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യം വളരെ നിസ്സാരം തന്നെ. എന്നാൽ കുറെ കൂടെ ഗുരുതരമായ പരീക്ഷണത്തിന് നിങ്ങളുടെ സിദ്ധാന്തങ്ങളെ പ്രയോഗിക്കാമോ എന്ന് ഞാൻ ചോദിച്ചാൽ അത് അവിവേകമാണെന്ന് നിങ്ങൾക്ക് തോന്നുമോ? നേരെ മറിച്ചായിരിക്കും തോന്നുക, അദ്ദേഹം മറുപടി പറഞ്ഞു. രണ്ടാമത് ഒരു ഡോസ് കൊക്കൈൻ കൂടി കുത്തിവെക്കുന്നതിൽ നിന്ന് എന്നെ തടയാൻ അത് പ്രയോജനപ്പെടും. നിങ്ങൾ സമർപ്പിക്കുന്ന ഏത് പ്രശ്നവും പരിശോധിക്കുന്നത് എനിക്ക് സന്തോഷകരമായിരിക്കും. ഒരു മനുഷ്യൻ നിത്യവും ഉപയോഗിക്കുന്ന വസ്തുവിൽ അയാളുടെ വ്യക്തിത്വം പതിഞ്ഞിരിക്കുമെന്നും സുഷുപ്തനായ ഒരു നിരീക്ഷകന് അത് വിശദീകരിക്കാൻ സാധിക്കുമെന്നും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാ എന്റെ കൈവശം ഒരു വാച്ചുണ്ട്. ഈ അടുത്ത കാലത്ത് എന്റെ വകയായി. ഇതിനു മുമ്പ് ഇത് ഉപയോഗിച്ചിരുന്ന ആളിന്റെ സ്വഭാവം അല്ലെങ്കിൽ ശീലങ്ങൾ ഈ വാച്ചിൽ നിന്ന് കണ്ടുപിടിക്കാൻ ദയവുണ്ടാകുമോ? ഞാൻ വാച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. ഉള്ളിലൊരു ചെറിയ കുസൃതിത്തരം എനിക്ക് തോന്നി. കാരണം ആ വാച്ചിൽ നിന്ന് അതിന്റെ മുൻ ഉടമസ്ഥന്റെ സ്വഭാവം കണ്ടുപിടിക്കുക അസാധ്യമാണെന്ന് ഞാൻ വിചാരിച്ചു. ഹോംസിന്റെ ചിലപ്പോഴത്തെ പാണ്ഡിത്യാഹന്തയുടെ പ്രകൃതത്തിന് ഇതൊരു ചെറിയ തിരിച്ചടിയായിരിക്കുമെന്നാണ് എന്റെ ഉദ്ദേശ്യം. അദ്ദേഹം ആ വാച്ച് കൈക്കുള്ളിൽ വെച്ച് ബാലൻസ് ചെയ്തു. അതിന്റെ ഡയലിൽ സൂക്ഷിച്ചു നോക്കി. പുറകുവശം തുറന്നു. അദ്ദേഹം നഗ്നനേത്രങ്ങൾ കൊണ്ടും പിന്നീട് വളരെ ശക്തിയേറിയ ഭൂതക്കണ്ണാടി കൊണ്ടും പരിശോധിച്ചു. അദ്ദേഹം ഒടുവിൽ അത് അടച്ചിട്ട് തിരികെ എന്നെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിച്ച
പരാജയ ലക്ഷണം എനിക്ക് കൗതുകകരമായി. എനിക്ക് പുഞ്ചിരിയെ മറച്ചു വയ്ക്കാൻ വയ്യാതായി. ഇതിൽ പറയത്തക്ക അടിസ്ഥാന വസ്തുതകളൊന്നും കാണാനില്ല. അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ വാച്ച് ഈയിടെ ക്ലീൻ ചെയ്തതാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായ നിഗമനത്തിലെത്തുന്നതിനുള്ള പഴുതുകൾ മിക്കവാറും ഇല്ലെന്നായിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞു. എന്റെ കയ്യിലെത്തുന്നതിന് മുമ്പ് അത് ക്ലീൻ ചെയ്യിച്ചിരുന്നു. എന്റെ സ്നേഹിതൻ തന്റെ പരാജയത്തെ മറയ്ക്കുന്നതിന് മുടന്തൻ ന്യായങ്ങളും കഴമ്പില്ലാത്ത ഒഴിവ് കഴിവുകളും പറഞ്ഞ് തടിതപ്പുകയാണെന്ന് എന്റെ ഹൃദയം കുറ്റപ്പെടുത്തി. ക്ലീൻ ചെയ്യാത്ത വാച്ചിൽ നിന്ന് എന്തടിസ്ഥാന വിവരങ്ങളാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്? അത്ര തൃപ്തികരമല്ല. എങ്കിലും എന്റെ ഗവേഷണം തീർത്തും ബന്ധ്യമാണെന്ന് പറഞ്ഞുകൂടാ. മുകളിലത്തെ മച്ചിലേക്ക് സ്വപ്നദർശിയെപ്പോലെ അചേതനങ്ങളായ കണ്ണുകൾ കൊണ്ട് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ഈ വാച്ച് നിങ്ങളുടെ ജ്യേഷ്ഠന്റേതായിരുന്നു എന്നും അദ്ദേഹത്തിന് അത് പിതൃസ്വത്തായി ലഭിച്ചതാണെന്നും ഞാൻ അനുമാനിക്കുന്നു. പുറകുവശത്ത് HW എന്ന അക്ഷരങ്ങളിൽ നിന്നാണ് നിങ്ങൾ അത് അനുമാനിച്ചതെങ്കിൽ സംശയമില്ല. അതെ, W എന്നത് നിങ്ങളുടെ പേരിനെ സൂചിപ്പിക്കുന്നു. വാച്ചിന്റെ തീയതി ഏകദേശം 50 സംവത്സരം മുമ്പാണ്. അതിലെ സൂചനാക്ഷരങ്ങൾ വാച്ചിനോളം തന്നെ പ്രായമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തലമുറയുടെ കാലത്തെ വാച്ചാണ്. ആഭരണ വസ്തുക്കൾ സാധാരണ മൂത്ത പുത്രനാണ് അവകാശമായി ലഭിക്കുക. അയാൾക്കും പിതാവിന്റെ പേര് തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങളുടെ പിതാവ് മരിച്ചിട്ട് വളരെ വർഷങ്ങളായി. ആകയാൽ ഇത് നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠന്റെ വകയായിരുന്നു. അത്രത്തോളം ശരിയാണ്, ഞാൻ പറഞ്ഞു. ഇനി വല്ലതും പറയാനുണ്ടോ? നിങ്ങളുടെ ജ്യേഷ്ഠൻ ഒരു വൃത്തികെട്ട സ്വഭാവക്കാരനായിരുന്നു. വൃത്തിഹീനനും ഉത്തരവാദിത്വ ബോധമില്ലാത്തവനും ആയിരുന്നു. സാമാന്യം നല്ല സമ്പത്ത് അയാൾക്ക് ലഭിച്ചതാണ്. പക്ഷെ നല്ല അവസരങ്ങളെല്ലാം അയാൾ പാഴാക്കി കളഞ്ഞു. ചിലപ്പോൾ ദാരിദ്ര്യത്തിൽ കഴിയും. ഇടയ്ക്കിടയ്ക്ക് കുറച്ചു കാലത്തേക്ക് പച്ച പിടിക്കും. ഒടുവിൽ മദ്യപാനിയായി അയാൾ മരിച്ചു. ഇത്രയുമാണ് എനിക്ക് ഈ വാച്ചിൽ നിന്ന് ശേഖരിക്കാവുന്ന വിവരങ്ങൾ. ഞാൻ കസേരയിൽ നിന്ന് ചാടി എണീറ്റു. മുറിയിൽ അങ്ങിങ്ങ് ചട്ടിച്ചട്ടി നടന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് ഉള്ളിൽ കഠിനമായ അമർഷം തോന്നി. ഇതൊട്ടും യോഗ്യതയായില്ല ഹോംസ്, ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇത്ര കണ്ട് താഴുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ഹതഭാഗ്യനായ എന്റെ സഹോദരന്റെ ചരിത്രത്തിലെ ഇരുളടഞ്ഞ വശങ്ങൾ കണ്ടെത്തിയെന്ന് നിങ്ങൾ ഭാവിക്കുന്നു. എന്നിട്ട് ഏതോ ഭാവനയിൽ നിന്ന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള അനുമാനമാണ് അതെന്ന് നടിക്കുകയും. ഈ പഴഞ്ചൻ വാച്ചിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കേട്ടോ, വളരെ മോശമായിപ്പോയി. തുറന്നു പറയാമല്ലോ, നിങ്ങൾ മനഃപൂർവ്വം എന്നെ അപമാനിക്കുകയായിരുന്നു. എന്റെ പ്രിയ ഡോക്ടർ, വളരെ സൗമ്യമായി അദ്ദേഹം പറഞ്ഞു. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ. ഇത് വെറുമൊരു യുക്തിയുടെ പ്രശ്നമാണെന്നേ കരുതിയുള്ളൂ. അത് വ്യക്തിപരമായി നിങ്ങൾക്ക് വേദനാജനകമായിരിക്കുമെന്ന കാര്യം ഓർക്കാൻ മറന്നുപോയി. എന്നാൽ ഞാൻ തീർത്ത് പറയുന്നു, നിങ്ങൾ ഈ വാച്ച് എന്റെ കൈകളിൽ തരുന്നതുവരെ നിങ്ങൾക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു എന്ന വസ്തുതയെ ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ എന്ത് അത്ഭുത സിദ്ധികൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ കിട്ടിയത്? നിങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് താനും. ഇപ്പറഞ്ഞത് എന്റെ ഭാഗ്യം. ഞാൻ സാധ്യതകളെ പറ്റിയേ ഉദ്ദേശിച്ചുള്ളൂ. ഇത്ര ശരിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അത് വെറും ഊഹങ്ങളല്ലായിരുന്നോ? ഏയ് അല്ലല്ല, ഞാനൊന്നും ഊഹിച്ചു പറയാറില്ല. ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒരു ശീലമാണിത്. യുക്തിവിചാരത്തിന് ഹാനികരമായ ഒരു ശീലം. എന്റെ ചിന്താസരണിയെ നിങ്ങൾ പിന്തുടരുകയോ വലിയ അനുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന നിസാര കാര്യങ്ങൾ നിങ്ങൾ ഗൗനിക്കുകയോ ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കിത് വിചിത്രമായി തോന്നിയത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ജ്യേഷ്ഠൻ തീരെ അശ്രദ്ധനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ തുടങ്ങിയത്. വാച്ചിന്റെ അടിവശം സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2 സ്ഥാനത്ത് ചുളുക്കമുണ്ട്, മുറിഞ്ഞിട്ടുണ്ട്, മുഴുവനും പോറൽ വീണിരിക്കുന്നു. താക്കോലോ കട്ടിയുള്ള നാണയങ്ങളോ ഇട്ട പോക്കറ്റിൽ അവയുടെ കൂടെ വാച്ചും ഇട്ടിരുന്നു എന്നാണ് അതിൽ നിന്ന് തെളിയുന്നത്. 50 ഗിനി വിലയുള്ള ഒരു വാച്ച് ഇത്ര നിസ്സാരമായി കൊണ്ടു നടന്ന മനുഷ്യൻ അശ്രദ്ധനായിരുന്നു എന്നതിന് വേറെ തെളിവെന്തിന്? ഇത്ര കണ്ട് വിലയേറിയ വാച്ചുള്ളയാൾ ഒരു വിധത്തിലും നല്ല ചുറ്റുപാടുള്ളവനായിരിക്കണമെന്ന് അനുമാനിക്കുന്നതിനും ബുദ്ധിമുട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ പിന്തുടരുന്നു എന്ന അർത്ഥത്തിൽ ഞാൻ തലകുലുക്കി. ഇംഗ്ലണ്ടിലെ പണയ ബിസിനസ്സുകാർ പണയത്തിന് വാങ്ങുന്ന സാധനത്തിൽ പിൻമുന കൊണ്ട് ടിക്കറ്റിന്റെ നമ്പർ വളരെ ചെറുതായി വാച്ച് കേസിന്റെ ഉള്ളിൽ വരച്ചിടുക പതിവാണ്. കടലാസിൽ കുറിച്ചു കൊടുക്കുന്നതിനേക്കാൾ അത് സുരക്ഷിതമാണ്. നമ്പർ നഷ്ടപ്പെടുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നതിന് ഒരു പ്രതിവിധിയാണത്. ഈ വാച്ചിന്റെ കേസിനുള്ളിൽ എന്റെ ഭൂതക്കണ്ണാടിയിലൂടെ കാണാൻ കഴിഞ്ഞിടത്തോളം അങ്ങനെ 4 പണയ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നിങ്ങളുടെ ജ്യേഷ്ഠൻ ചില അവസരങ്ങളിൽ തീരെ നിർധനനായി തീർന്നിരുന്നു എന്നാണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. രണ്ടാമത്തെ അനുമാനം, അയാൾ ഇടയ്ക്കിടയ്ക്ക് സമ്പന്നനാകാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ പണയൊരുപ്പടി തിരികെ എടുക്കുകയില്ലല്ലോ. പിന്നെ നിങ്ങൾ വാച്ചിന്റെ അകത്തെ പ്ലേറ്റ്, താക്കോൽ ദ്വാരമുള്ള ഭാഗം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. സുബോധമുള്ള മനുഷ്യന്റെ വാച്ചിന്റെ ഉള്ളിൽ അങ്ങനെ തേഞ്ഞ പാടുകൾ കാണുമോ? എന്നാൽ ഒരു മദ്യപാനിയുടെ വാച്ചിൽ അങ്ങനെ കാണുമെന്നത് തീർച്ചയാണ്. രാത്രിയിൽ അയാൾ കീ കൊടുക്കുന്നു. മദ്യപിച്ചതുകൊണ്ട് വിരലുകൾക്ക് വേണ്ടത്ര സ്ഥിരത കാണുകയില്ല. അങ്ങനെയാണ് ഈ പോറൽ ഉണ്ടാകുന്നത്. ഇതിൽ എന്താണിത്ര ആശ്ചര്യകരമായി തോന്നാൻ? പകൽ വെളിച്ചം പോലെ എല്ലാം വ്യക്തമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ താങ്കളോട് കാണിച്ച അനീതിയിൽ ഖേദിക്കുന്നു. താങ്കളുടെ വിസ്മയാവഹമായ കഴിവിൽ എനിക്ക് കുറെ കൂടെ വിശ്വാസം ഉണ്ടാകേണ്ടതായിരുന്നു. അതിരിക്കട്ടെ, നിങ്ങൾക്കിപ്പോൾ വല്ല കേസും അന്വേഷിച്ച് തീരുമാനിക്കേണ്ടതായി അവശേഷിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ടല്ലേ കൊക്കൈൻ പ്രയോഗിച്ചത്. തലച്ചോറ് കൊണ്ടുള്ള ജോലിയില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ഇതാ ഈ ജാലകത്തിൽ വന്ന് നിൽക്കൂ. ഇത്ര വിരസമായ, ബീഭത്സമായ, പ്രയോജനരഹിതമായ ഒരു ലോകത്തെ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കൂ, മഞ്ഞിച്ച മൂടൽമഞ്ഞ് താഴത്തെ തെരുവിലേക്ക് കറങ്ങി ഒഴുകി ചാരനിറം കലർന്ന ഭവനങ്ങളുടെ ഇടയിലേക്ക് തെന്നിപ്പോകുന്നു. ഇതിൽ പരം അരസികവും കേവലം ഭൗതികവുമായി മറ്റെന്തുണ്ട്? പ്രതിഭാശക്തികളെ പ്രയോഗിക്കാൻ യാതൊന്നുമില്ലെങ്കിൽ എന്താണ് അവ കൊണ്ടുള്ള പ്രയോജനം, ഡോക്ടർ? പാതകങ്ങൾ സാധാരണയാണ്. ജീവിതവും അതുപോലെ തന്നെ. സാധാരണമല്ലാത്ത യോഗ്യതകൾക്ക് ലോകത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന് വന്നിരിക്കുന്നു. നിർത്താതെയുള്ള ആ ആക്ഷേപ പ്രഭാഷണ ധോരണിക്ക് ഒരു മറുപടി നൽകാൻ ഞാൻ നാവോങ്ങിയതാണ്. അപ്പോൾ വാതിൽക്കൽ ലോലമായ ഒരു തട്ട് കേട്ടു. ഞങ്ങളുടെ വീട്ടുകാര്യസ്ഥ ഒരു പിത്തള താമ്പാളത്തിൽ ഒരു കാർഡുമായി പ്രവേശിച്ചു. സാറിനെ കാണാൻ ഒരു ചെറുപ്പക്കാരി. എന്റെ കൂട്ടുകാരനെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, മിസ് മേരി മോസ്റ്റൺ. കാർഡിലെ പേര് വായിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, അങ്ങനെ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ലല്ലോ. ആ ചെറുപ്പക്കാരി അകത്തേക്ക് വരാൻ പറയൂ. മിസ്സിസ് ഹഡ്സൺ, ഡോക്ടർ പോകാൻ വരട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കേസ് വിവരം. മിസ് മോസ്റ്റൺ പ്രവേശിച്ചു. അവളുടെ പാദം വയ്ക്കൽ ദൃഢതയുള്ളതായിരുന്നു. പ്രത്യക്ഷത്തിൽ സംസ്കാരമുള്ളവളാണെന്ന് തോന്നും. സുന്ദരിയായ ഒരു കൃശഗാത്രി. ലോലവും ഹൃദ്യവുമായ പ്രകൃതം. കയ്യുറകൾ ധരിച്ചിരിക്കുന്നു. ഏറ്റവും കുലീനമായ വസ്ത്രധാരണം. ശാലീനതയും ലാളിത്യവും അഭിവഞ്ചിപ്പിക്കുന്ന വേഷം. അത്ര ധനികയല്ല എന്ന് കണ്ടാൽ തോന്നും. പൊടിപ്പും തൊങ്ങലും ഒന്നും വയ്ക്കാത്ത ധൂസര ഛവി കലർന്ന ചാരനിറമുള്ള വസ്ത്രം. നിറം മങ്ങിയ ഒരു ചെറിയ തൊപ്പി. അതിൻ്റെ ഒരു വശത്ത് ഒരു ചെറിയ വെളുത്ത തൂവൽ തിരികിയിട്ടുണ്ട്. അവളുടെ മുഖം അത്ര ചൊവ്വുള്ളതോ നിറമത്ര മനോഹരമോ ആയിരുന്നില്ല. എങ്കിലും അവളുടെ പ്രകൃതം മധുരവും ആകർഷവും ആയിരുന്നു. അവളുടെ വലിയ നീല കണ്ണുകൾ സാത്വികതയെയും കരുണാർദ്രതയെയും ധ്വനിപ്പിച്ചു. 3 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അനേകം രാജ്യങ്ങളിലെ സ്ത്രീകളുമായി എനിക്ക് പരിചയമുണ്ട്. എങ്കിലും കുലീനതയുടെയും വൈകാരിക ശാലീനതയുടെയും വാഗ്ദാനം ഉൾക്കൊള്ളുന്ന ഒരു യുവതിയെ ഇതുപോലെ ഇതിനു മുമ്പ് ഞാനെങ്ങും കണ്ടിട്ടില്ല. ഷെർലക് ഹോംസ് നീക്കിയിട്ട് കൊടുത്ത കസേരയിൽ അവൾ ഇരുന്നപ്പോൾ അവളുടെ അധരം വിതുമ്പുന്നതും കൈവിറയ്ക്കുന്നതും ഞാൻ കണ്ടു. അഗാധമായ ഏതോ മാനസിക വ്യഥ അവളെ മഥിക്കുന്നുണ്ടാവും. മിസ്റ്റർ ഹോംസ്, അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഒരു കുടുംബ പ്രശ്നത്തിന്റെ കുരുക്കുകൾ അഴിക്കുന്നതിന് നിങ്ങളൊരിക്കൽ മിസ്സിസ് സെസിൽ ഫോറസ്റ്ററെ സഹായിച്ചു എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. അവരുടെ കീഴിലാണ് ഞാൻ ജോലി നോക്കുന്നത്. നിങ്ങളുടെ ദയയിലും സാമർഥ്യത്തിലും അവർക്ക് വലിയ മതിപ്പാണ്. മിസ്സിസ് സെസിൽ ഫോറസ്റ്റർ, ഞാൻ ഓർക്കുന്നു. ചിന്തിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, വളരെ ചെറിയ ഒരു സേവനമാണ് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തത്. വളരെ ലഘുവായ ഒരു കേസായിരുന്നു അതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അവർക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. ഏതായാലും എനിക്കൊരു കേസുണ്ട്. അതത്ര ലഘുവാണെന്ന് നിങ്ങൾ പറയുകയില്ലെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥയേക്കാൾ വിചിത്രവും വിശദീകരിക്കാനാവാത്തതുമായ ഒന്നിനെപ്പറ്റി എനിക്ക് ചിന്തിക്കുക കൂടി സാധ്യമല്ല സാർ. ഹോംസ് കൈകൾ കൊട്ടിത്തിരുമി. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് തിളക്കമുണ്ടായി. കസേരയിൽ നിവർന്നിരുന്നു. ഗൃഗ്ധ്ര തുല്യമാണ് അദ്ദേഹത്തിന്റെ അവയവങ്ങൾ. താൽപര്യപൂർവ്വം അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി തോന്നി. കേസെന്താണ്, കേൾക്കട്ടെ? കാര്യമാത്ര പ്രസക്തമായ സ്വരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്റെ സാന്നിധ്യത്തിന്റെ അനൗചിത്യത്തെപ്പറ്റി ഞാൻ ബോധവാനായി. ക്ഷമിക്കണം. കസേരയിൽ നിന്ന് എണീറ്റുകൊണ്ട് ഞാൻ പറഞ്ഞു. എനിക്ക് ആശ്ചര്യം തോന്നി. കയ്യുറ ധരിച്ച കൈകൊണ്ട് എന്നെ തടഞ്ഞു. സാറിന്റെ സ്നേഹിതൻ, അവൾ പറഞ്ഞു. പോകാതിരുന്നാൽ അത് എനിക്ക് വലിയ
ഒരു സഹായമായിരിക്കും. ഞാൻ വീണ്ടും കസേരയിൽ ഇരുന്നു. ചുരുക്കി പറയാം, അവൾ പറഞ്ഞു. ഇതാണ് കാര്യം. എന്റെ പിതാവ് ഇന്ത്യൻ റെജിമെന്റിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എന്നെ നാട്ടിലേക്ക് അയച്ചു. എന്റെ അമ്മ മരിച്ചുപോയി. ഇംഗ്ലണ്ടിൽ എനിക്കങ്ങനെ പറയത്തക്ക ബന്ധുക്കളാരുമില്ല. ഏതായാലും എന്നെ എഡിൻബറോയിലെ സുഖകരമായ ഒരു ബോർഡിംഗ് സ്ഥാപനത്തിൽ ചേർത്തു. 14 വയസ്സ് പൂർത്തിയാകുന്നതുവരെ ഞാൻ അവിടെ താമസിച്ചു. 1878 എന്റെ അപ്പൻ, അന്ന് അദ്ദേഹത്തിന്റെ റെജിമെന്റിലെ ക്യാപ്റ്റനായിരുന്നു, 12 മാസത്തെ അവധിയെടുത്ത് നാട്ടിൽ വന്നു. താൻ സസുഖം നാട്ടിലെത്തിയെന്ന് ലണ്ടനിൽ നിന്ന് അദ്ദേഹം എനിക്ക് കമ്പിയടിച്ചു. ഉടനെ ലണ്ടനിൽ എത്തണമെന്നും ലാങ്ങാം ഹോട്ടലാണ് മേൽവിലാസം എന്നും കമ്പിയിൽ അറിയിച്ചിരുന്നു. വാത്സല്യപൂർണവും ദയാമസൃണവുമായിരുന്നു ആ കമ്പി സന്ദേശമെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ ലണ്ടനിലെത്തി. ലാങ്ങാമിലേക്ക് ചെന്നു. ക്യാപ്റ്റൻ മോസ്റ്റൺ ആ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്നും എന്നാൽ കഴിഞ്ഞ രാത്രി പുറത്തേക്ക് പോയിട്ട് ഇതേവരെ തിരിച്ചെത്തിയിട്ടില്ലെന്നും ഹോട്ടലുടമ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെപ്പറ്റി എന്തെങ്കിലും അറിയാൻ ദിവസം മുഴുവൻ കാത്തിരുന്നു. അന്ന് രാത്രി ഹോട്ടൽ മാനേജറുടെ ഉപദേശമനുസരിച്ച് വിവരം ഞാൻ പോലീസിൽ അറിയിച്ചു. പിറ്റേന്ന് എല്ലാ പത്രങ്ങളിലും പരസ്യം ചെയ്തു. എല്ലാ വിധത്തിലും നടത്തിയ അന്വേഷണങ്ങൾക്കും യാതൊരു ഫലവും ഉണ്ടായില്ല. അന്നു തൊട്ട് ഇന്ന് വരെ എന്റെ നിർഭാഗ്യനായ അപ്പനെപ്പറ്റി യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. പ്രതീക്ഷാ നിർഭരമായ ഹൃദയത്തോടെയാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. സ്വല്പം ശാന്തിക്ക് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി. അതിനു പകരം അവൾ തൊണ്ടയിൽ കൈവച്ചു. വിമ്മിക്കരച്ചിൽ നിമിത്തം അവൾക്ക് ആ വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തീയതി. നോട്ട് ബുക്ക് തുറന്നുകൊണ്ട് ഹോംസ് ചോദിച്ചു. 1878 ഡിസംബർ 3-ാം തീയതിയാണ് അദ്ദേഹത്തെ കാണാതായത്. ഏകദേശം 10 സംവത്സരം മുമ്പ്. അദ്ദേഹത്തിന്റെ ലഗേജ് ഹോട്ടലിൽ സൂക്ഷിച്ചിരുന്നു. ഒരു തുമ്പ് കിട്ടത്തക്ക വിധം അതിലൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ വസ്ത്രങ്ങൾ, കുറെ പുസ്തകങ്ങൾ, ആൻഡമാൻ ദ്വീപുകളിൽ നിന്ന് ഒട്ടേറെ കൗതുക വസ്തുക്കൾ. കുറ്റവാളികളെ പാർപ്പിക്കുന്ന ആൻഡമാൻ ദ്വീപിലെ ഓഫീസർ ഇൻചാർജ് ആയിരുന്നു അദ്ദേഹം.